ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധിക്ക് യാത്ര നടത്തി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അമിത്ഷായുടെ വിമർശനം. ബീഹാറിലെ ജനങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുന്നുവെന്ന് തേജസ്വി യാദവ്. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഈ ചൊവ്വാഴ്ച പുറത്തിറക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഗഗരിയയിലും നളന്ദയിലും പൊതുയോഗവും റാലിയും നടന്നു. ബീഹാറിൽ ജംഗിൾ രാജ് തിരികെ വരണോ അതോ വികസനം തുടരണമോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുമെന്ന് അമിത്ഷാ. രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്രയ്ക്കും വിമർശനം. ബീഹാറിൽ നിക്ഷേപങ്ങളും വ്യവസായവും എത്തിക്കണം. ബീഹാറിനെ ഒന്നാമതെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് तेजस्वी यादव. फैक्ट्री प्रधानमंत्री जी गुजरात में लगवाते हैं, सेमीकंडक्टर का फैक्ट्री गुजरात में लगवाते हैं, SEZ गुजरात में लगाते हैं, IT पार्क गुजरात में लगाते हैं, बुलेट ट्रेन गुजरात में चलाते हैं, इन्वेस्टर मीट गुजरात में करवाते हैं और बिहार में केवल वोट लेने आते हैं. തെരഞ്ഞെടുപ്പിൽ NDAക്കെതിരെ ഉന്നയിക്കാൻ മഹാസഖ്യത്തിന് വിഷയങ്ങളൊന്നുമില്ലെന്ന് BJP ആരോപിച്ചു. ഈ മാസം 30-ന് പ്രധാനമന്ത്രി ബീഹാറിൽ വീണ്ടും പ്രചാരണത്തിനെത്തും. ബീഹാറിലെ കുറ്റകൃത്യങ്ങളും പോലീസിലെ വീഴ്ചയും ഉയർത്തിക്കാട്ടി ചൊവ്വാഴ്ച മഹാസഖ്യം പ്രകടന പത്രിക പുറത്തിറക്കും. വികാരമുയർത്തി വോട്ട് തേടി മഹാസഖ്യം ബീഹാറിൽ പ്രചരണം ശക്തമാക്കുകയാണ്. CPIMന്റെ പ്രചരണ പത്രിക നാളെ പുറത്തിറക്കും. പട്നയിൽ നിന്ന് ക്യാമറമാൻ ജിതേന്ദ്രനൊപ്പം വിനീത വിജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.